വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായേക്കും. ബീഹാർ മാതൃകയിൽ സഖ്യകക്ഷിയിൽ നിന്നും മുഖ്യമന്ത്രി വേണമെന്ന ശിവസേനയുടെ ആവശ്യം ബി.ജെ.പി. തള്ളി. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മഹായുതി കൺവീനർ സ്ഥാനം വേണമെന്ന നിലപാടിലാണ് ഏക്നാഥ് ഷിൻഡെ. മകൻ ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കാനും ഷിൻഡെ നീക്കം നടത്തുന്നു. രാകേഷ് ചേരുന്നു. രാകേഷ്, എന്താണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചർച്ചകൾ? ഫട്നാവിസിന്റെ തീരുമാനം എപ്പോൾ പ്രതീക്ഷിക്കാം? സജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായേക്കും. കാരണം നിലവിൽ ഏക്നാഥ് ഷിൻഡെ ശിവസേന മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ ബി.ജെ.പി. തള്ളുകയാണ്. പ്രധാനമായും ശിവസേനയിലെ ചില നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത് ബീഹാർ മാതൃകയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഘടകകക്ഷികൾക്ക് നൽകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം അവിടെ നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി. പക്ഷേ ആ ആവശ്യം ബി.ജെ.പി. തള്ളുന്നു. ബി.ജെ.പി. പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബീഹാറുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനം നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വാഗ്ദാനം നൽകിയതാണ്. കാലങ്ങളായി സഖ്യകക്ഷി എന്ന നിലയ്ക്ക് നിതീഷ് തന്നെയാണ് മുഖ്യമന്ത്രി പദവി വഹിക്കുന്നത്. മാത്രവുമല്ല, ജെ.ഡി.യുവിന്റെ സാന്നിധ്യം ബീഹാറിലെ പല മേഖലകളിലും സീറ്റ് വർദ്ധിപ്പിക്കാൻ ബി.ജെ.പിക്ക് സഹായകരമായിട്ടുണ്ട്. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മഹാരാഷ്ട്രയിലെ സാഹചര്യം എന്ന് ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. ഏതായാലും RSSന്റെയും അജിത് പവാർ പക്ഷത്തിന്റെയും പിന്തുണ ദേവേന്ദ്ര ഫട്നാവിസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് മടങ്ങിയെത്താൻ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഈ പ്രഖ്യാപനം ഉണ്ടാകും. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്ത സാഹചര്യത്തിൽ ചില പുതിയ ആവശ്യങ്ങൾ ഏക്നാഥ് ഷിൻഡെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹായുതി സഖ്യത്തിന്റെ, അതായത് NDA സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനം വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമതായി മകൻ ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കല്യാണിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ശ്രീകാന്ത് ഷിൻഡെ. നേരത്തെ ബി.ജെ.പി. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവി ഏക്നാഥ് ഷിൻഡെക്ക് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും അത് നിരസിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം നിലവിൽ NDA സഖ്യത്തിന്റെ ഭാഗമാണ്. മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ക്യാബിനറ്റ് പദവിയില്ല. സ്വതന്ത്ര ചുമതലയുള്ള ഒരു വകുപ്പ് മാത്രമാണുള്ളത്. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് തുടരാൻ തന്നെയാണ് ഏക്നാഥ് ഷിൻഡെയുടെ തീരുമാനം. മഹായുതി കൺവീനർ സ്ഥാനത്താണ് ഇപ്പോൾ അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും മഹാരാഷ്ട്രയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബി.ജെ.പി. മുഖ്യമന്ത്രി വരുന്നു. ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാവും. ആ തരത്തിലേക്കാണ് ചർച്ചകൾ വരുന്നത്.